ഇപ്പോൾ എല്ലാവരും ഡൗട്ടാണ്. എന്തിനാണ് സെനഗലിനുള്ള കപ്പ് അത് 2026 ജനുവരിയിൽ കളിച്ച ആ ഫൈനലിൽ സെനഗൽ കപ്പ് ഉയർത്തിയിരുന്നു. ആ കപ്പ് എന്തിനാണ് വീണ്ടും മൊറോക്കോക്ക് തന്നെ കൊടുത്തതെന്നുള്ളതാണ് എല്ലാവരെയും സംശയം. അപ്പോൾ അതിന് ഉത്തരം എന്താ വെച്ചാൽ അന്ന് ഫൈനൽ നടക്കുമ്പോൾ സെനഗൽ എന്ത് ചെയ്തു? ഒരു പെനാൽറ്റി പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തി. അതായത് അവർ കളിയിൽ നിന്ന് ഒരു 20 മിനിറ്റോളം ഇറങ്ങിപ്പോയി. ഒരു റഫറി ഒരു പെനാൽറ്റി കൊടുത്തത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സെനഗലിനെതിരെ എന്ത് ചെയ്തു? ഒരു CAFന് ഒരു പരാതി കൊടുത്തു. അങ്ങനെ ഇറങ്ങിപ്പോയതിനെ പറ്റി. അതായത് ആർട്ടിക്കിൾ 54 പ്രകാരം റഫറിയുടെ അനുവാദമില്ലാതെ നമ്മൾ കളിയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അവർക്കെതിരെ ആ കളി റദ്ദ് ചെയ്യാനുള്ള അവർക്കെതിരെ നിയമ നടപടി എടുക്കാനുള്ള അധികാരമുണ്ട് CAFന്. അപ്പോൾ CAF എന്ത് ചെയ്തു? ഇവർക്കെതിരെ ആ ഒരു റൂള് വെച്ചെങ്ങാണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കുകയും അതായത് ഇവർ ജയിച്ച കപ്പ് ഇവർ അയോഗ്യരാക്കിങ്ങാണ്ട് 3-0 മൊറോക്കോ ജയിച്ചതായി ഇപ്പം പ്രഖ്യാപിച്ചു. ഇന്നലെ മാർച്ച് 17 പ്രഖ്യാപിച്ചത്. അപ്പോൾ എൻ്റെ അഭിപ്രായം നിയമമൊക്കെയാണ്. പക്ഷേ മൊറോക്കോക്ക് ഈ ഒരു ജയം കളിച്ച് ജയിക്കാണ്ട് 1-0 അവർ കളിച്ച് ജയിച്ചു ശേഷം വന്നുങ്ങാണ്ട് അതിന് ശേഷം ഇങ്ങനെ ഇളിഞ്ഞ് ജയിക്കുന്നത് പറഞ്ഞാൽ ഒരു മോശമായ കാര്യമാണ്. പക്ഷെ റൂളാണ്. ഒരാ റൂളിൻ്റെ ലൂപ്പ് ഹോൾ വെച്ചെങ്ങാണ്ട് അത് പിടിച്ച്. അപ്പോൾ എന്തായാലും മൊറോക്കോ ഇപ്പം അവിടെ സെലിബ്രേഷൻ തുടങ്ങിയിരിക്കുന്ന നാട്ടിൽ. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ റയൽ മാഡ്രിഡ് സിറ്റി കളീൻ്റെ ഇടയിൽ ഇബ്രാഹിം ഡിയാസിനോട് ഫാൻസ് ഇങ്ങനെ വിളിച്ചറിഞ്ഞ് കേട്ടിരിക്കണത് നിങ്ങൾ ജയിച്ചിരിക്കുന്നു പറഞ്ഞങ്ങാണ്ട്. അങ്ങനെയൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും ഇതിനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.